RCB ടീമിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇന്നത്തെ മത്സരം ജയിച്ച് പോയിന്റ് ടേബിളിനകത്ത് നോക്കുവാണെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് പോകാൻ. കോമ്പറ്റീഷൻ നോക്കുവാണെങ്കിൽ കൂടിക്കൊണ്ടേ ഇരിക്കുക. RR അവിടെ നിൽക്കുന്നു, SRH അവിടെ നിൽക്കുന്നു, ഗുജറാത്ത് കയറി വരാൻ നിൽക്കുന്നു, അതുപോലെ തന്നെ ചെന്നൈ ടീമുണ്ട്. ഇവരെല്ലാം നോക്കുവാണെങ്കിൽ ഇങ്ങനെ കയറി വരാൻ പുഷ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഈ സമയത്ത് നോക്കുവാണെങ്കിൽ ഒരു തോൽവി RCB സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എങ്കിലും ഇവർ ഒരു ഇന്റന്റ് നോക്കുവാണെങ്കിൽ ചേഞ്ച് ചെയ്യുന്നില്ല. ഇവർ 3 മത്സരം തോറ്റു. ഇന്നത്തെ കളി കൂടെ ചേർക്കുമ്പോഴത്തേന് ഇവർ മൂന്നാമത്തെ മത്സരം തോക്കുന്നു. 3 മത്സരത്തിലും ഇവർ ഇന്റന്റ് നോക്കുവാണെങ്കിൽ പോവുക, അടിക്കുക, കയറി വരിക. വാളെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടുന്ന രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. ഇന്നത്തെ പിച്ച് നോക്കുവാണെങ്കിൽ ഒരു 200+ ഒരു പിച്ച് അല്ലായിരുന്നു. ഒരു 180, 190 സ്കോർ ഉണ്ടായിരുന്നെങ്കിൽ ഈസി ആയിട്ട് RCB സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരം ജയിക്കാമായിരുന്നു. പക്ഷെ RCB എടുക്കുന്ന സ്കോർ വെറും 155 റൺസാണ്. ഈ സീസണിൽ ആദ്യമായിട്ടാണ് RCB ടീം ഓൾ ഔട്ട് ആവുന്നത്. എന്നിട്ടും ഗുജറാത്തിന്റെ 6 വിക്കറ്റ് നഷ്ടപ്പെട്ടു. അല്പം കൂടെ ഒരു സെൻസിബിൾ ക്രിക്കറ്റ് കളിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ മത്സരത്തിന്റെ റിസൾട്ട് മറ്റൊന്നായി പോയേനെ. 3 കളി ഇവർ തോറ്റു. രാജസ്ഥാനെതിരെ തോറ്റു, ഡൽഹിക്കെതിരെ തോറ്റു, ഇന്ന് GTക്കെതിരെ തോറ്റു. ഈ തോറ്റ 3 കളിയിലും വിരാട് കോഹ്ലിയുടെ റോൾ എന്തായിരുന്നു എന്ന്. രാജസ്ഥാനെതിരെ 22 റൺസ്, DCക്കെതിരെ 19 റൺസ്, ഇന്ന് 28 റൺസ്. അതായത് വിരാട് കോഹ്ലിയുടെ ഒരു ഇന്നിങ്സ് ഇല്ല. വിരാട് കോഹ്ലി കളിക്കുന്നില്ല എങ്കിൽ RCB തോക്കുന്ന സ്ഥിതിയിലോട്ട് പോകുന്നുണ്ട്. ഫിലിപ്പ് സാൾട്ട് ഇല്ലാത്തതിന്റെ ഒരു പ്രഷർ നോക്കുവാണെങ്കിൽ വിരാട് കോഹ്ലി ഏറ്റെടുക്കുന്നുണ്ട്. പവർ പ്ലേ തന്നെ നോക്കുവാണെങ്കിൽ വിരാട് കോഹ്ലി അറ്റാക്ക് ചെയ്യാൻ പോകുന്നു, വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് പോകുന്നു. എന്നാൽ വിരാട് കോഹ്ലിയുടെ ഒരു റോള് ചെയ്യാൻ വേണ്ടി ഈ ടീമിനെ താരാവുള്ളത്. രക്ഷിത് പാട്ടിദാർ ആ റോൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ജിതീഷ് ശർമ്മയ്ക്ക് ആ ഒരു റോൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ? കൃണാൽ പാണ്ഡ്യയ്ക്ക് ആ ഒരു റോൾ ചെയ്യാൻ കഴിയുന്നുണ്ടോ? 90 റൺസിൽ 5 വിക്കറ്റ് പോയ ഒരു ടീമാണ്. എന്നിട്ട് നോക്കുവാണെങ്കിൽ ഇവരുടെ ടെംപ്ലേറ്റ് ചേഞ്ച് ചെയ്യാൻ ഇവർ തയ്യാറാവുന്നില്ല. ഇവർ അഗ്രസീവ് ക്രിക്കറ്റ് തന്നെ കളിക്കുന്നു. 10 വിക്കറ്റ് കൊണ്ട് കളയുന്നു. ടിം ഡേവിഡിന് മുമ്പായിട്ട് കൃണാൽ പാണ്ഡ്യ പറഞ്ഞു വിട്ടിട്ടും അല്പം ഒന്ന് ഹോൾഡ് ചെയ്ത് ഇവർക്ക് കളിച്ചുകൂടായിരുന്നു. ചെയ്തില്ല. ടിം ഡേവിഡും റൊമാരിയോ ഷെപ്പേർഡ് എന്നൊക്കെ പറഞ്ഞ ഫിനിഷർമാരാണ്. അവരൊരു 10 ഓവർ നിന്ന് അവിടെ കളിക്കത്തൊന്നുമില്ല. മേ ബി 10 കളി പരിശോധിക്കുകയാണെങ്കിൽ മേ ബി ഒരു കളിയിൽ അങ്ങനെ കളിച്ചേക്കാം അവർ. പക്ഷെ അവരുടെ ഒരു റോൾ എന്ന് പറഞ്ഞ ഫിനിഷർമാരാണ്. ഒരു 5 ഓവർ 6 ഓവറിനകത്തൊക്കെ അവരൊന്ന് പുഷ് ചെയ്തിരുന്നെങ്കിൽ മേ ബി ഈ ഒരു സ്കോർ 180, 190 എത്തിക്കാമായിരുന്നു. പക്ഷെ വിരാട് കോഹ്ലി ഔട്ടായി കഴിഞ്ഞാൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല. അത് RCB ടീമിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരങ്ങൾ അവർ വിലയിരുത്തേണ്ടതാണ്. എല്ലാ കളിയിലും ചിലപ്പോൾ അടുത്ത കളി ഇവർ ജയിച്ചേക്കാം. പക്ഷെ ഫൈനലിനകത്ത് ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ, പ്ലേ ഓഫിനകത്ത് ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ മേ ബി തിരിച്ച് വരാൻ കഴിയാത്തൊരു സാഹചര്യം വരും. ഇപ്പോഴാണെങ്കിൽ ഇവർക്ക് പോയിന്റ് കുഴപ്പമില്ല. ഇനിയുള്ള മത്സരങ്ങൾ ഇനി 5 മത്സരങ്ങളോളം ഉണ്ട്. ആൾറെഡി 13 പോയിന്റ് ഇവർക്കുണ്ട്. ഇവരെ സംബന്ധിച്ച് ടെൻഷൻ ഇല്ല. പക്ഷെ 3 കളിയിലെ പാറ്റേൺ പരിശോധിക്കുമ്പോഴത്തേന് ഇവരൊന്ന് റീതിങ്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്, ഒന്ന് റീകാലിബ്രേഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവരുടെ ടീം വിക്കറ്റ് പോകുമ്പോഴത്തേന് ആരെങ്കിലും ഒരു ആങ്കർ റോളിലോട്ട് വരുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ ഇവർക്ക് ഈ മത്സരം ജയിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ചെറിയ സ്കോർ ആയെങ്കിലും നല്ലൊരു ഫൈറ്റ് നോക്കുവാണെങ്കിൽ RCB കാഴ്ചവെച്ചു. ആ ഒരു ഡിഫെൻഡിങ് ചാമ്പ്യന്മാരുടെ ഒരു പ്രകടനം കാഴ്ചവെച്ചു. വിരാട് കോഹ്ലി നോക്കുവാണെങ്കിൽ വളരെ അഗ്രഷൻ ആയിരുന്നു. ശുഭൻ ഗിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു സെൻഡ് ഓഫ് ഒക്കെ കൊടുത്തു. പക്ഷെ എല്ലാവരും നോക്കുവാണെങ്കിൽ ആ ഒരു അബ്ദ മാർക്ക് എത്തിയോ? ജിതീഷ് ശർമ്മ 1 റൺസ് എടുത്താൽ ജോസ് ബട്ട്ലറിന്റെ ക്യാച്ച് കൊണ്ട് കളയുന്നു. നോക്കുവാണെങ്കിൽ അത്ര ഹാർഡ് ആയിട്ടുള്ള ക്യാച്ച് അല്ല. നല്ലൊരു വിക്കറ്റ് കീപ്പറാണ് ജിതീഷ് ശർമ്മ. ജിതീഷ് ശർമ്മ എന്ന ബാറ്ററും ജിതീഷ് ശർമ്മ എന്ന വിക്കറ്റ് കീപ്പറും തമ്മിൽ നല്ല അന്തരമുണ്ട്. ജിതീഷ് ശർമ്മയുടെ ബാറ്റിങ്ങിലോട്ട് വരാം. പക്ഷെ ജോസ് ബട്ട്ലർ 1 റൺസിനകത്ത് ഒരു ക്യാച്ച് കിട്ടുന്നത്. അവിടെ ലാപ്പ് ഷോട്ട് കളിക്കാൻ പോകുന്നു. കോട്ട് ബിഹൈൻഡ് ആയിട്ട് ജിതീഷ് ശർമ്മയുടെ കൈ കൊണ്ട് കൊടുക്കുന്നു. പക്ഷെ ജിതീഷ് ശർമ്മ ആ ക്യാച്ച് വിട്ടുകളയുന്നു. ആ ക്യാച്ചിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 39 റൺസ് എടുത്തു, 205 സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചു. 1 റൺസ് എടുത്ത് നിൽക്കുമ്പോഴത്തേനാണ് ജോസ് ബട്ട്ലർ ആ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തത്. അത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ജിതീഷ് ശർമ്മയ്ക്ക് ആവുന്നില്ല. ജിതീഷ് ശർമ്മ എന്ന ബാറ്റ്സ്മാൻ എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും ഈ സീസൺ വളരെ ശോകമാണ് ജിതീഷ് ശർമ്മ. ഇന്നേ വരെ ഹാഫ് സ്റ്റേജ് കഴിഞ്ഞു. ഒരു ഇമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ജിതീഷ് ശർമ്മയ്ക്ക് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ടീമിൽ കളിച്ച ഒരു പ്ലെയർ ആണ്. സഞ്ജു സാംസനെ മാറ്റി നിർത്തിയിട്ട് ജിതീഷ് ശർമ്മ ഇന്ത്യൻ ടീമിലേക്ക് കൊണ്ടുവന്നതാണ്. ഒരു നല്ലൊരു ഫിനിഷർ ഒക്കെ ആവുമെന്ന് വിചാരിച്ചുകൊണ്ട്. പക്ഷെ ജിതീഷ് ശർമ്മയുടെ ഈ സീസൺ ഒന്ന് പരിശോധിച്ച്, ജിതീഷ് ശർമ്മയുടെ എമർജിംഗ് ഏഷ്യ കപ്പ് ഒന്ന് പരിശോധിച്ച്, എല്ലായിടത്തും നോക്കുവാണെങ്കിൽ ജിതീഷ് ശർമ്മ പരാജയമായിരുന്നു. ഇന്നും നോക്കുവാണെങ്കിൽ ജിതീഷ് ശർമ്മയ്ക്ക് ഒന്ന് മാച്ച് ബിൽഡ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അവിടെ ജേസൺ ഹോൾഡറിന്റെ മുമ്പിൽ, ഒരു പാർട്ട് ടൈം ബോളറിന്റെ മുമ്പിൽ ജിതീഷ് ശർമ്മ വിക്കറ്റ് കൊണ്ട് കൊടുക്കുന്നു. 9 കളിയിനായിട്ട് കേവലം എടുത്ത 69 റൺസാണ് ജിതീഷ് ശർമ്മ. വളരെ മോശം ഒരു പ്രകടനമാണ് ജിതീഷ് ശർമ്മ ബാറ്റ് കൊണ്ട് കാഴ്ചവെക്കുന്നത്. തോൽവിക്ക് ഒരു മെയിൻ കാരണമായിട്ട് മാറി ജിതീഷ് ശർമ്മയുടെ ബാറ്റിംഗ്, അതുപോലെ തന്നെ ജിതീഷ് ശർമ്മ വിട്ടുകളഞ്ഞ ഒരു ക്യാച്ചും. പിന്നെ ഇന്ന് ഇവർ ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ RCB വെങ്കടേഷ് അയ്യരെ കൊണ്ടുവരുന്നു. എന്തിനായിരുന്നോ എന്തോ കൊണ്ടുവന്നു. ഒരു ബോർഡർ ഷോട്ടായി പോയി. ഭുവനേശ്വർ കുമാർ എന്ന് പറഞ്ഞ ഒരു ബോർഡർ നോക്കുവാണെങ്കിൽ ഇന്ന് ഒറ്റയാനായിരുന്നു. വെങ്കടേശ്വര ടീമിലോട്ട് വന്നപ്പോഴത്തേനും ഒരു ബോർഡർ പുറത്തിരിക്കേണ്ടതായിട്ട് വന്നു. നോക്കുവാണെങ്കിൽ ഭുവനേശ്വർ കുമാർ നോക്കുവാണെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു. ഒരു സപ്പോർട്ട് നോക്കുവാണെങ്കിൽ ഭുവനേശ്വർ കുമാറിന് കിട്ടിയില്ല. ജോഷ് ലൂഡിനെ നോക്കുവാണെങ്കിൽ, ശുഭൻ ഗില്ലൊക്കെ നോക്കുവാണെങ്കിൽ ഇന്ന് അടിച്ച് ഉറക്കിയെന്ന് പറയാം. ഇന്ന് ഓഫ് ഡേ ആയിരുന്നു ജോഷ് ലൂഡിന്. ഒരു സപ്പോർട്ട് ആര് കൊടുക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ റൊമാരിയോ ഷെപ്പേർഡ് വന്നാൽ 2 വിക്കറ്റൊക്കെ എടുത്താൽ ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്തു. പക്ഷെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു പിച്ച് നോക്കുവാണെങ്കിൽ സ്പിന്നർമാരെക്കാട്ടി കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് പേസ് ബോളർമാർക്കായിരുന്നു. ആ ഒരു എക്സ്ട്രാ
ബൗൺസ് കിട്ടുന്നുണ്ടായിരുന്നു. ജോഷ് ഹേസൽവുഡിന്റെ ബെറ്റർ ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. ഭുവനേഷ് കുമാറിന് ഒറ്റയ്ക്ക് പെർഫോമൻസ് ചെയ്യേണ്ടതായിട്ട് വന്നു. നോക്കുവാണെങ്കിൽ ഒരു തേർഡ് ബോളർ നോക്കുവാണെങ്കിൽ ഇന്നില്ലായിരുന്നു. വെങ്കടേശ്വർ വരുന്നു ബാറ്റിൽ എന്താണ് പെർഫോമൻസ് കാഴ്ചവെച്ചത്? 15 ബോളിൽ നിന്ന് 12 റൺസ് എടുക്കുന്നു, 80 സ്ട്രൈക്ക് റേറ്റ്, ഒരു 4 അടിച്ചത്. എന്നാൽ ആ സ്ഥാനത്ത് ഭുവനേശ്വർ കുമാറിനെ ഒന്ന് പരിശോധിക്കണം. 15 ബോളിൽ നിന്ന് 15 റൺസ് എടുത്ത് 2 4 അടിച്ച് 100 സ്ട്രൈക്ക് റേറ്റ് കളിച്ചു. വെങ്കടേശ്വരനെക്കാട്ടും ബെറ്റർ ആയിട്ട് എന്റെ അഭിപ്രായത്തിൽ ഭുവനേശ്വർ കുമാർ അവിടെ കളിച്ചു. വെങ്കടേശ്വരന്റെ ഫോം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ മോശമായിട്ടുള്ളൊരു ഫോമാണ്. സോ വെങ്കടേശ്വരന് പറ്റിയൊരു പൊസിഷനാണ്. 9ാം നമ്പറിൽ വെങ്കടേശ്വരനെ കൂട്ടുള്ളൊരു ബാറ്റ്സ്മാൻ എത്രമാത്രം സൂട്ടബിൾ ആണെന്നുള്ളത് RCB പരിശോധിക്കുക. ഇന്ന് നോക്കുകയാണെങ്കിൽ പിന്നെ കുരുണൽ പാണ്ഡ്യയ്ക്ക് ബോളിംഗ് കൊടുക്കുന്നില്ല. ലെഫ്റ്റ് ഹാൻഡർമാർ അവിടെ നിന്നുകൊണ്ടാണ് കുരുണൽ പാണ്ഡ്യയ്ക്ക് ബോളിംഗ് കൊടുക്കാത്തത്. ലെഫ്റ്റ് ഹാൻഡർമാർക്കെതിരെ മനോഹരമായിട്ട് എക്സ്ട്രാ ബൗൺസ് ക്രിയേറ്റ് ചെയ്ത് എറിയുന്ന ഒരു ബോളറാണ്. ആ ഒരു വൈഡ് ആംഗിളിനകത്ത് ബോൾ ചെയ്യാൻ കഴിയുന്ന ഒരു ബോളറായിരുന്നു. സുയാഷ് ശർമ്മ നോക്കുവാണെങ്കിൽ ഇന്ന് റൺസ് വഴങ്ങിയ സ്ഥാനത്ത് 40 റൺസോളം വഴങ്ങി. എക്കണോമി നോക്കുവാണെങ്കിൽ 11ന് മേളിലാണ്. അവിടെ കുരുണൽ പാണ്ഡ്യ ഒന്ന് കൊണ്ടുവരേണ്ടതായിരുന്നു. പക്ഷേ രജിത് പട്ടിദാർ നോക്കുവാണെങ്കിൽ 4 ബോളറുമായിട്ട് പോകുന്നു. 16 ഓവർ വരെ ഈ ബോളർമാരുമായിട്ട് പോവാം. അവിടെ എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ കുരുണൽ പാണ്ഡ്യയെ കൊണ്ടുവരാന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് വർക്കൗട്ട് ആയില്ല. കുരുണൽ പാണ്ഡ്യയെ കൂട്ടൊരു വിക്കറ്റ് ടേക്കിംഗ് ബോളർ, പ്രത്യേകിച്ച് ലെഫ്റ്റ് ഹാൻഡർമാർക്കെതിരെ ആ ഒരു എക്സ്ട്രാ ബൗൺസ് എറിയാൻ കഴിയാവുന്ന, ആ ഒരു വൈഡ് ആംഗിൾ എറിയാൻ കഴിയാവുന്ന ഒരു ബോളറിനെ ഇവർ യൂട്ടിലൈസ് ചെയ്യേണ്ടതായിരുന്നു. എങ്ങനെയായിരുന്നാലും കളി തോറ്റ തന്നെ. പക്ഷേ കുരുണൽ പാണ്ഡ്യയ്ക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഒരു 2 വിക്കറ്റ് വല്ലതും എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മേ ബി കളി മറ്റൊന്നായി പോയേനെ. പിന്നെ RCBയുടെ ബാറ്റിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ജേക്കബ് ബദേൽ 3 കളിയായി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ജേക്കബ് ബദേലിന് കഴിയുന്നില്ല. ഫിലിപ്പ് സാൾട്ടിനെ നോക്കുവാണെങ്കിൽ RCB റിയലി മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത കളിയിൽ ഫിലിപ്പ് സാൾട്ട് വരുമെന്ന് തോന്നുന്നു. സോ ജേക്കബ് ബദേൽ നോക്കുവാണെങ്കിൽ ആ വേൾഡ് കപ്പിനകത്ത് കാഴ്ചവെച്ച ആ ഒരു ഫോം നോക്കുവാണെങ്കിൽ ജേക്കബ് ബദേൽ ഇവിടെ കാഴ്ചവെക്കുന്നില്ല. റൺസിന് വേണ്ടി വിരാട് കോഹ്ലി പോകുന്നു. അവിടെ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് നഷ്ടപ്പെടുന്നത് RCBക്ക് പണിയാവുന്നുണ്ട്. അതുപോലെ തന്നെ രജിത് പട്ടിദാറിന്റെ ബാറ്റിംഗ്, രജിത് പട്ടിദാറിന്റെ നിന്ന് ഔട്ടാണോ അല്ലയോ എന്നുള്ളൊരു കോൺട്രവേഴ്സി ഒക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും ഈ പ്രാവശ്യം നമുക്കറിയാം അമ്പയറിംഗ് നോക്കുവാണെങ്കിൽ വളരെ മോശമായിരുന്നു തേർഡ് അമ്പയറിംഗ്. എത്ര നേരം ബോൾ കൺട്രോൾ ചെയ്യുന്നത് നോക്കിയിട്ടാണെന്ന് തോന്നുന്നു ആ വിക്കറ്റ് കൊടുത്തത്. എന്നിരുന്നാലും ആ ഒരു വിക്കറ്റിനകത്ത് കോൺട്രവേഴ്സി വരാനുള്ള ചാൻസ് കൂടുതലാണ്. രജിത് പട്ടിദാറിന്റെ ബാറ്റിങ്ങിലോട്ട് വരുവാണെങ്കിൽ രജിത് പട്ടിദാറിന് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു ശുഭൻ ഗിൽ. അവിടെ നോക്കുവാണെങ്കിൽ സ്പിന്നറെ കൊണ്ടുവന്നതേ ഇല്ല. 9ാമത്തെ ഓവറിൽ രജിത് പട്ടിദാർ ഔട്ടായിട്ട് ശേഷമാണ് റാഷിദ് ഖാൻ എൻട്രി ആവുന്നത്. അതുവരെ നോക്കുവാണെങ്കിൽ പേസ് ഓൺ ചെയ്ത് രജിത് പട്ടിദാറിനെ ബോൾ ചെയ്തു. അവർ എക്സ്ട്രാ ബൗൺസ് ക്രിയേറ്റ് ചെയ്തു. അർഷാദ് ഖാൻ വന്നിട്ട് രജിത് പട്ടിദാറിന്റെ വിക്കറ്റ് എടുത്തു. ലാസ്റ്റ് 3 കളി പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണെ കൂട്ട് ഹാഫ് സ്റ്റേജിൽ നല്ലപോലെ കളിച്ചു. പിന്നുള്ള ഒരു ഹാഫ് സ്റ്റേജിൽ രജിത് പട്ടിദാർ ഒന്ന് ഡൗൺ ആയത് കണ്ടിട്ടുണ്ടായിരുന്നു. അതേ ഒരു പെർഫോമൻസ് ആയിരുന്നു രജിത് പട്ടിദാർ കാഴ്ചവെക്കുന്നതെന്ന് അറിയാൻ വയ്യ. രജിത് പട്ടിദാറിന്റെ ഫോം കൺസേൺ ഉണ്ട്. അതുപോലെ തന്നെ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ റബാഡെ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്തത്. ഒരു മാച്ചപ്പ് ഉണ്ടായിരുന്നു റബാഡെ ആയിട്ടുള്ളത്. പക്ഷേ റബാഡയുടെ സെക്കൻഡ് ഓവറിനകത്ത് 5 ബൗണ്ടറി അടിച്ചാൽ വിരാട് കോഹ്ലി മറുപടി കൊടുത്തു. പക്ഷേ ഇന്ന് അവിടെ എടുത്ത് പരിശോധിക്കേണ്ടത് GTയുടെ പ്ലാൻ ആയിരുന്നു, അല്ലെങ്കിൽ ശുഭൻ ഗില്ലിന്റെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്യാപ്റ്റൻസി ആയിരുന്നു. ഇന്ന് നോക്കുവാണെങ്കിൽ റബാഡ അടി വഴങ്ങി 2ാമത്തെ ഓവറിൽ. പക്ഷേ 4ാമത്തെ ഓവറിൽ നോക്കുവാണെങ്കിൽ ക്യാപ്റ്റൻ ബാക്ക് ചെയ്യുന്നു. എന്തായിരുന്നോ ടീമിന് വേണ്ടിയിരുന്നത്, റബാഡ വരുന്നു, വിക്കറ്റ് എടുക്കുന്നു, ഒരു എക്സ്ട്രാ ബൗൺസ് ക്രിയേറ്റ് ചെയ്തിട്ട് വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് എടുക്കുന്നു. ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്ലാൻ ആയിരുന്നു. ഒരു മാച്ചപ്പ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ഓവറിനകത്ത് അടി വഴങ്ങിയെങ്കിലും ടീമും ക്യാപ്റ്റനും റബാഡയെ ബാക്ക് ചെയ്യുന്നു. ചാമ്പ്യൻ ബോർഡർ വന്നിട്ട് വിരാട് കോഹ്ലി എന്ന് പറയുന്ന മെയിൻ വിക്കറ്റ് ഒന്ന് പിഴുതെടുക്കുന്നു. അതുപോലെ തന്നെ ശുഭൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് ടിം ഡേവിഡിനെതിരെ മിഡ് വിക്കറ്റിനെ കുറച്ച് അടുത്തോട്ട് കയറ്റിയിട്ടിട്ട് ടിം ഡേവിഡിന്റെ വിക്കറ്റ് റാഷിദ് ഖാനെ വെച്ചിട്ട് എടുക്കുന്നു. അതുപോലെ തന്നെ ബോളിംഗ് റൊട്ടേഷൻ നോക്കുവാണെങ്കിൽ ബ്രില്യൻ്റ് ആയിരുന്നു. ജേസൺ ഹോൾഡർ ബ്രില്യൻ്റ് ആയിട്ട് ബോൾ ചെയ്ത് കേട്ടോ. ജേസൺ ഹോൾഡർ നോക്കുവാണെങ്കിൽ ഇന്ന് ഫീൽഡിൽ മൊത്തം ഉണ്ടായിരുന്നു. സർവ്വവ്യാപി എന്നൊക്കെ പറയുന്ന പോലെ 3 ക്യാച്ചസ് എടുത്തു, 2 വിക്കറ്റ് ഒന്ന് എടുത്തു. നിർണായകമായിട്ടുള്ള 2 വിക്കറ്റാ ജേസൺ ഹോൾഡർ വന്നെടുത്ത്. ജിതീഷ് ശർമ്മയുടെ വിക്കറ്റ് അവിടെ എടുത്തു. റൊമാരിയോ ഷെപ്പേർഡ് അവിടെ കളി കൊണ്ടുപോയാലും റൊമാരിയോ ഷെപ്പേർഡിന്റെ വിക്കറ്റ് വന്നിട്ട് അവിടെ ജേസൺ ഹോൾഡറിനെ എടുക്കാൻ കഴിഞ്ഞു. ബ്രില്യൻ്റ് ആയിട്ടുള്ള ബോളിംഗ് ആയിരുന്നു GTയെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്കോറൊക്കെ ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോർ തന്നെയായിരുന്നു. ആദ്യം തന്നെ ചെയ്തത് ജോഷ് ഹേസൽവുഡിനെ അങ്ങ് ടേക്ക് ഓൺ ചെയ്തു. ജോഷ് ഹേസൽവുഡ് വന്ന ആ ഒരു ലൈന്, ആ ഒരു 8 മീറ്റർ 9 മീറ്റർ ലെങ്ത് എറിയരുത്. ഫസ്റ്റ് തന്നെ ജോഷ് ഹേസൽവുഡിനെ ടേക്ക് ഓൺ ചെയ്യുന്നു ശുഭൻ ഗിൽ. 24 റൺസ് എടുത്തത്. വിരാട് കോഹ്ലിക്ക് ഒട്ടും പിടിച്ചില്ല. ആ ഓവർ കഴിഞ്ഞപ്പോഴത്തേന് വിരാട് കോഹ്ലി പോയി ഉടക്കുന്നതായിട്ടൊക്കെ കണ്ടു ചെറുതായിട്ട് ശുഭൻ ഗില്ലിന്റെ അടുത്ത്. സോ അവിടെ ശുഭൻ ഗിൽ നോക്കുവാണെങ്കിൽ ബെറ്റർ പ്ലാനുമായിട്ട് വരുന്നു, ടേക്ക് ഓൺ ചെയ്യുന്നു. പക്ഷേ ഭുവനേശ്വർ കുമാറിന്റെ ബോളിംഗ് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ ഒരു 2 വിക്കറ്റ്, ഒരു ലേറ്റ് സിംഗ് കൊണ്ടുവന്നിട്ട് സായി സുദർശന്റെ വിക്കറ്റ് എടുക്കുന്നു. അതുപോലെ തന്നെ ജോസ് ബട്ട്ലറെ യോക്കർ എറിഞ്ഞ് എടുത്തുകൊണ്ട് പോകുന്നു. അല്പം നോക്കുവാണെങ്കിൽ ഓഫ് സൈഡിലോട്ട് മാറി എന്നാൽ ഫുൾ ലെങ്ത് ഡെലിവറി, ഒരു യോക്കർ ലെങ്ത് എറിഞ്ഞിട്ട് ജോസ് ബട്ട്ലറിന്റെ വിക്കറ്റ് എടുക്കുന്നു. ബ്രില്യൻ ബോളിംഗ് ആയിരുന്നു. ഒരു സപ്പോർട്ട് നോക്കുവാണെങ്കിൽ ഭുവനേശ്വർ കുമാറിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയില്ല. അവിടെ രജിത് പട്ടിദാറിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലായിരുന്നു. ഭുവനേശ്വർ കുമാറിന് 4 ഓവർ കൊടുക്കേണ്ടതായിട്ട് വന്നു. ജോഷ് ഹേസൽവുഡിന് 4 ഓവർ കൊടുക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ ഇന്ന് GTയുടെ മിഡിൽ ഓർഡർ അവിടെ വിക്കറ്റ് പോകുന്നുണ്ടായിരുന്നെങ്കിൽ മിഡിൽ ഓർഡർ അല്പം ഒന്ന് ബെറ്റർ ആയിട്ട് പെർഫോമൻസ് ചെയ്തു. രാഹുൽ തിവാട്ടി വന്നിട്ട് ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചു. സുന്ദർ
ചെറിയൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തു. അതുപോലെ തന്നെ ജേസൺ ഓർഡർ വന്നിട്ട് ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തു. സോ ഇവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു സ്കോറേ ഉള്ളായിരുന്നു. അത് ഇവർക്ക് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞു. ടോപ്പ് ഓർഡർ ഇന്ന് ഫെയിൽ ആയെങ്കിലും, ടോപ്പ് ഓർഡറിന്റെ വിക്കറ്റ് പോയെങ്കിലും അവർക്ക് അത് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം പ്ലേ ഓഫിലോട്ടുള്ള സാധ്യതകൾ നിലനിർത്തി. നല്ലൊരു മാർജിനിൽ ജയിച്ചിരുന്നെങ്കിൽ അവർക്ക് പോയിന്റ് ടേബിളിൽ മുമ്പോട്ട് കയറി വരാമായിരുന്നു. പക്ഷേ ഇപ്പോഴും നോക്കുവാണെങ്കിൽ GT 5ാം സ്ഥാനത്താണ്. GTയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള 5 മത്സരങ്ങളുണ്ട്. അതിൽ മാക്സിമം 4 മത്സരങ്ങളൊക്കെ ജയിക്കുവാണെങ്കിൽ സേഫ് ആയിരിക്കും. കാരണം ഈ പ്രാവശ്യത്തിൽ എനിക്ക് തോന്നുന്നു പോയിന്റ് ടേബിളിനകത്ത് മത്സരം നടക്കാനുള്ള എല്ലാ ചാൻസുകളും കൊണ്ട് താഴെ കിടക്കുന്ന ടീമുകളെല്ലാം പുഷ് ചെയ്ത് വരും. സോ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് നല്ലൊരു മാർജിനുള്ള വിജയം കരസ്ഥമാക്കാമായിരുന്നു. പക്ഷേ ബ്രില്യൻ്റ് ആയിട്ടുള്ള ബോളിംഗ് ആയിരുന്നു RCB സംബന്ധിച്ചിടത്തോളം. ഉള്ള റിസോഴ്സസിനെ വെച്ചിട്ട് അവർ ഫൈറ്റ് ചെയ്തു എന്ന് തന്നെ പറയണം.